നമ്മുടെ മലയാള സിനിമയിലെ പിന്നെ നമ്മുടെ എല്ലാം ആരാധ്യപുരുഷൻ ശ്രീ മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ്. ഒരു ഷൂ ഇട്ടാൽ മതി, അറിയാലോ. കാര്യമില്ല, ഇല്ലെങ്കിൽ നടത്ത ക്ലിയർ ആവില്ല. ഞാനിത് പുള്ളിയുടെ മുമ്പേക്ക് ഇമിറ്റേറ്റ് ചെയ്തോ പുള്ളി അസലായിട്ട് കൈയടിച്ച് ചിരിച്ചതാ. പിന്നീട് എന്നെ പ്രാവും, അതെനിക്ക് വിഷയമല്ല. പക്ഷെ അപ്പം ചിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അതറിഞ്ഞാൽ മതി. അപ്പം ചിരിച്ചങ്ങ് കളയുക. അപ്പോൾ മമ്മൂക്ക ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷൂ ഇടുക, ആ നടത്ത ക്ലിയർ ആവും. ഫസ്റ്റ് ഡയലോഗിന് ഇടത്തെ കുത്ത്, അതായത് ഇവിടെ 2 ഇഷ്ടിക വച്ചേക്കും, നടുക്ക് ചാന്ത് വിട്ടേക്കും, കറണ്ട് കാണൂല, കൈ കൊണ്ട് കുത്തി നിറയ്ക്കണം. രണ്ടാമത്തെ ഡയലോഗിന് വലത്തെ സൈഡിൽ ചാന്ത് നിറയ്ക്കണം. സെന്റ് ഡയലോഗ് പറയുമ്പോൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, 2 കൈ കൊണ്ട് നിറയ്ക്കണം. കാരണം മൈക്കാടല്ല, അടങ്കലാണ്, പെട്ടെന്ന് തീർത്തിട്ട് പോകണം. പിന്നെ മമ്മൂക്കാടെ ഫിഗർ പിടിക്കാൻ വളരെ ഈസിയാണ്. മുന്നിലിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പുച്ഛിക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഡയലോഗ്: ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണ് തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് 16 പെൺമൺ കൊടുത്തവൻ ചന്തു. മാറ്റം തിരികെ ചോദിച്ചപ്പോ മറന്നുപോയെന്ന് കളവ് പറഞ്ഞു ചന്തു. ഞരമ്പെല്ലാം വലിഞ്ഞു മുറുകി പൊട്ടണം, ആ രീതിയിലായിരിക്കണം. കട്ടം ബീഡിയും വലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഡയലോഗാണ്. ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പിടുത്തം കിടില്ല. ഞാൻ ഒരിക്കൽ മമ്മൂക്കയോട് ചോദിച്ചാണ്, നമുക്ക് ഇംഗ്ലീഷ് പറയണത് ഈ സ്റ്റീൽ പാത്രം എന്ന് തറയും വീണ മാതിരിയാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊക്കെ മറ്റേ ഷിയാൻ ഷൂ എന്ന് പറയുന്ന പോക്കാണ്. ഇതാ മമ്മൂക്കയുടെ ഇംഗ്ലീഷ് വേണോ? സ്റ്റീൽ പാത്രം എടുത്ത് തറയിലിട്ട് ഇടുക. ആർക്കും പിടികിട്ടിയില്ല. ഞാനും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ഇംഗ്ലീഷ് അറിയുന്നവർക്കൊക്കെ പിടികിട്ടും. നമുക്ക് എവറിത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ പിടികിട്ടും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആറച്ചിരിക്കണേ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടന് ഇമിറ്റേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ എളുപ്പമാണ് ഇടത്തേത്തുള്ള 90 ഡിഗ്രി ചരിയുക. അത് വെറുതെ അങ്ങ് ചരിച്ചിടണം. പിന്നെ ആക്ഷൻ കിട്ടാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട. ഒരു ബോളോ തറയിലേക്ക് വയ്ക്കുക. ഇപ്പോൾ ഫുട്ബോൾ അല്ലെങ്കിൽ പാണ്ടികളി, എന്തെങ്കിലും കളി അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഫുട്ബോൾ ഉണ്ടെങ്കിൽ ആ ബോൾ തറയിൽ വയ്ക്കുക, കാലുകൊണ്ട് തട്ടി തെറിപ്പിക്കുമ്പോഴത്തേനും പുള്ളിയുടെ ഡാൻസ് ആയിട്ട് മാറും. എടോ വീരപ്പൻ എന്ന് പേരുള്ള തേടേരിച്ചട്ടെ, താൻ ആരാടോ നാട്ടുരാജാവോ? തന്റെ കളരിയും തരികയുടെ നമ്പരും എല്ലാം ചെലവാകും അങ്ങ് കാട്ടില്. ഇത് സ്ഥലം വേറെയാ. ഒരുപാട് കളി കണ്ടവനാ ഞാൻ. ഒന്നിനും പറ്റിയില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിട്ടേ ജഗന്നാഥൻ ഈ മണ്ണ് വിടും. നീ പോമോനെ ദിനേശ ചുമ്മാ. സുരേഷ് ഏട്ടനെ ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാര്യം മമ്മൂക്കായ മോഹൻലാലിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഏട്ടനെ ഈസിയാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്താ മമ്മൂട്ടി 25 കിലോ ചാണകം കൊണ്ട് തറയിടുക, ടൈമിംഗ് അനുസരിച്ച് ചവിട്ടുക. മമ്മൂട്ടി ചാണകം ചവിട്ട് മോഹൻലാൽ, വീണ്ടും മമ്മൂട്ടി മോഹൻലാൽ. സ്പീഡാക്കിയാൽ മാത്രം മതി. മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി. കണ്ട, ഇനി എന്ത് ചോദിച്ചാലും വേണ്ട എന്നും കൂടെ പറഞ്ഞേക്കണം. ഓർമ്മയുണ്ട് ഈ മുഖം? ഷീറ്റ് വേണം. പാകൊണ്ടുള്ള ഒരു പരിപാടിക്കും പുള്ളി തയ്യാറല്ല. ആ രീതിയിലായിരിക്കണം പെർഫോമൻസ്.